നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നനച്ചിരിക്കാതെ വീണ് കിട്ടിയോണ്ടായിരിക്കാം ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. ഇന്നലെ ഞാനൊരു വനദുർഗാ ക്ഷേത്രത്തിൽ സിന്ധു പറഞ്ഞിട്ട് പോയ കഥ പറഞ്ഞല്ലോ. ആദിവാസികളുടെ അമ്പലം. 2 സഹോദരിമാരാണ് ദേവിമാർ. അവിടെ കോഴി കള്ള് ഒക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. ഈ ആദിവാസി ഊരിലെ ഇതാണ്. വേങ്കമല എന്നാണ് പേര്. നെടുമങ്ങാട് കഴിഞ്ഞ് ഒരുപാട് പോകണം, മല കയറിയൊക്കെ പോകണം കാറിന്. അവിടെ പോയിട്ട് ഞാൻ നിങ്ങളുടെ അതും പറഞ്ഞു നടന്നോളൂ. പേപ്പാറ ഡാമിലേക്ക് പോകുന്ന വഴി കാട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ട് കാട്ടിൻ്റെ ഉൾക്കാടുകളിൽ വളരുന്ന ഒരു കൂവയിലയുണ്ട്. ഒരു വയസ്സായ മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെ പോയി ഒരു 10,000 കൂവയില പറിച്ചിട്ട് വരും. ഇതിൻ്റെ 2 വശത്തെയും കട്ട് ചെയ്ത് കളയും. എന്നിട്ട് അതിനെ നിറച്ച് വെള്ളം ഒഴിച്ച് അതിലിട്ട് കഴുകി നനവോടെ ഒരു കൂവയില ഇങ്ങനെ നേർത്തിയിട്ടിട്ട് 5 കൂവയില ഇങ്ങനെ ക്രോസായിട്ട് തരും. അതിലാണ് ഊണ് വിളമ്പുന്നത്. കാട്ടിലെ ഊണ് നല്ല രുചികരമായ ഭക്ഷണമാണ്. എന്നിട്ട് നമ്മൾ ഈ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഇല അവിടെ നിന്നും ഇവിടെ നിന്നും പിടിച്ചെടുത്താൽ മതി. ഈ മറ്റേ ഇലകൾ കൂടെ ഇങ്ങ് വരും കളയാനായിട്ട്. അപ്പോൾ അവിടെ പോയി ഊണ് കഴിക്കാനും ഒക്കെ പോയി. പേപ്പാറ ഡാമിൽ പോയി. ഒരു അതിശയോക്തി ഇല്ലാതെ ഞാൻ പറയുകയാണ്, ചെന്നയിടത്തെല്ലാം നാദിർ ഷായുടെ മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ അടുത്ത മാസം റിലീസ് ചെയ്യുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചതിൻ്റെ ട്രെയിലർ കണ്ടവർ, അയ്യോ എത്ര പേരാണ് എന്നോട് പൂർണ്ണമായി ഇനി അഭിനയത്തിന് ഇറങ്ങുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഒരാൾ പോലും നിങ്ങൾക്ക് വേണ്ടാത്ത പണിയല്ലേ ചെയ്യുന്നതെന്ന് ആരും ചോദിച്ചില്ല. നല്ല രസമുള്ള പടം തന്നെ ആയിരിക്കും മാജിക് മഷ്റൂം. അതിൻ്റെ പിന്നാലെ ഓണത്തിന് അതിരടി എന്ന് പറഞ്ഞ വലിയ പടം വരും. വലിയ പടം. ബേസിലും എന്താ പറയുക, വിനീത് ശ്രീനിവാസനും ഒക്കെ പ്രധാന വേഷങ്ങൾ ചെയ്യുന്ന വലിയൊരു പടം വരും. അതിലും സനൽകുമാർ എന്ന് പറഞ്ഞൊരു അധ്യാപകനായിട്ട് ടൊവിനോ തോമസ് ഒക്കെ ഉള്ള പടമാണ്. നോക്കാം. എന്തായാലും നാദിർ ഷായുടെ പടത്തിന് നല്ല ബാക്കിങ് കിട്ടുന്നത് കാണുമ്പോൾ നല്ല നിർമ്മാതാവാണ്, അതാണ് പ്രശ്നം. അതുപോലെ തന്നെ നാദിർ ഷാ എന്നോട് പെരുമാറുന്ന രീതി. മാജിക് മഷ്റൂം ഒരു വലിയ വിജയമാവട്ടെ. നഞ്ചന്തിന് നാന്നാഴി എന്ന് പറയും പോലെ ഒരു സീനിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളെങ്കിലും ആ ഒരു സീനിന് കിട്ടുന്ന സ്വീകാര്യത കാണുമ്പോൾ, ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വിദേശത്ത് നിന്ന് എത്ര പേര് ഇന്ന് ഷൂട്ട് ചെയ്യാൻ വരാൻ വരെ ഞാൻ താമസിച്ചു. ഞാൻ പറഞ്ഞതിനേക്കാൾ 2 മണിക്കൂർ വൈകിയാണ് വന്നത്. കാരണം അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നവർ വിളിക്കുന്നു. എന്നെ ഇത്രയും സ്നേഹിക്കുന്നല്ലോ ആൾക്കാർ എന്ന് അറിയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു. ഞാൻ എന്തിനാന്നെ ഒളിച്ച് എൻ്റെ മനസ്സിൽ തന്നെ വയ്ക്കണം, എനിക്കങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മസിലൊടിക്കുന്നത് എന്തിനാ. എനിക്ക് ഭയങ്കര സന്തോഷമായി നാദിർ ഷായുടെ പടത്തിൻ്റെ ട്രെയിലർ കണ്ടവർ വിളിക്കുന്നത് കേൾക്കുമ്പോൾ. എന്തായാലും മാജിക് മഷ്റൂം നിങ്ങളെല്ലാവരും കാണണം. നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ യൂട്യൂബർമാരിൽ അല്ലെങ്കിൽ ഈ സിനിമ ചാനൽ വാർത്താ ചാനലുകളിൽ ഒന്നിലും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സെൻസർ ബോർഡ് ഓഫീസറുടെ കഥയല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്. ഒരു പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അത്രയും രസകരമാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു സിനിമാക്കാരനാകണം എന്ന സ്വപ്നവുമായി ഒരുപാട് കാലം നടന്നവനാണല്ലോ ഞാൻ. അത് അത്ര എളുപ്പമല്ല എന്ന് എനിക്ക് തന്നെ തോന്നിയിടത്താണ് ഞാൻ സിനിമാ പത്രക്കാരനിലേക്ക് ട്രാക്ക് പതുക്കെ മാറ്റിയത്. ഞാൻ അങ്ങോട്ട് മാറി, എന്നാൽ പത്രപ്രവർത്തകനാകാം. പക്ഷെ മനസ്സിൽ സിനിമ കിടപ്പുണ്ട്. ഇവിടെ ഒരു ക്യാമറാമാനുണ്ട്, സീരിയലൊക്കെ ഇപ്പോൾ ക്യാമറ വർക്ക് ചെയ്യുന്ന കെ ശ്രീകുമാർ ഒരു ക്യാമറയൊക്കെ വാങ്ങിച്ച്, മാങ്ങാട്ടി പോലത്തെ ഒരു ക്യാമറയൊക്കെ വാങ്ങിച്ച് ഫോട്ടോഗ്രാഫി പഠിക്കാനിറങ്ങി. ശ്രീകുമാറിൻ്റെ ലക്ഷ്യം സിനിമയിലെത്തണമെന്നായിരുന്നു. അങ്ങനെ സിനിമാ മോഹിയായ ഒരു ഫോട്ടോഗ്രാഫറെ കൂടി കിട്ടിയതാണ് എൻ്റെ ഈ പുതിയ വഴി യാത്ര സുഗമമാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീകുമാറിനെ കൂടെ കിട്ടിയതുകൊണ്ടാണ്. കണ്ണിൽ കാണുന്ന സിനിമാ വാരികളൊക്കെ വാങ്ങുന്നവനായിരുന്നതിനാൽ യാദൃച്ഛികമായി കോഴിക്കോട്ട് നിന്നിറങ്ങുന്ന ദ്വൈവാരികയെ 15 ദിവസത്തിൽ ഒരിക്കൽ ഇറങ്ങുന്ന ഫിലിം നൈറ്റ് എന്ന പ്രസിദ്ധീകരണത്തിന് എവിടുന്നോ യാദൃച്ഛികമായിട്ട് എൻ്റെ കൈ കിട്ടി. അതിലൊരു ലേഖനം ഞാൻ എഴുതി അയച്ചു. വയലാറിന് ശേഷം മലയാള സിനിമാ ഗാനങ്ങൾ എന്നതായിരുന്നു വിഷയം. ആ ബന്ധം വളർന്നു.
ഒരു നാൾ എനിക്ക് കത്ത് വരികയാണ് കോഴിക്കോട്ടെത്താൻ. കൈവശം പൈസ ഇല്ലാത്ത കാലമായിട്ടും ഞാൻ ചെന്നു. ഒറ്റ നോട്ടത്തിൽ അടൂർ ഗോപാലകൃഷ്ണ സാറിനെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനാകാം എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളാണ് എഡിറ്റർ ദേവസ്വക്കുട്ടി മുടിക്കൽ. ഒരുപാട് സിനിമകളുടെയൊക്കെ PR ആയിരുന്നു. പിള്ളേര് കളി മാറാത്ത പോലെ സ്മാർട്ടായ ഒരു യുവാവാണ് മാനേജിങ് എഡിറ്റർ പ്രദീപ് മേനോൻ. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ KSUവിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ് പ്രദീപ് മേനോൻ. നല്ല സുഖനായ ചെറുപ്പക്കാരൻ. പിന്നെ മുരുകൻ, കൃഷ്ണൻ, അങ്ങനെ പലരെയും ഫിലിനെറ്റിൻ്റെ ഓഫീസിൽ വെച്ച് പരിചയപ്പെട്ടു. അവർ വർഷങ്ങളോളം എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ആ ടീമുമായി അടുത്തു. അന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ എനിക്ക് മടങ്ങണം. അങ്ങനെ ട്രെയിൻ പിടിക്കും മുമ്പ് ഒന്ന് ഉറപ്പിച്ചു, ഫിലിനെറ്റിൻ്റെ തിരുവനന്തപുരം ലേഖകനായി എന്നെ അവർ തിരഞ്ഞെടുത്തു. എന്നെ കണ്ടപ്പോൾ കുഴപ്പമില്ല, മതി എന്ന് തീരുമാനിച്ചു. അവരുടെ കോട്ടയം ലേഖകനും ഫോട്ടോഗ്രാഫറുമാണ് ബെന്നി ആശംസ. ഫിലിനൈറ്റ് എനിക്ക് തന്ന മോശമല്ലാത്തൊരു സുഹൃത്താണ് ബെന്നി. ഫിലിനൈറ്റിനായി ഹരികുമാർ സാർ സംവിധാനം ചെയ്യുന്ന ജാലകം എന്ന് പറഞ്ഞ അശോകനും പാർവതിയും പ്രധാന വേഷം ചെയ്യുന്ന, MG സോമനും ശ്രീവിദ്യയും നല്ല വേഷം ചെയ്ത, മുരളിച്ചേട്ടൻ അടക്കമുള്ള ജാലകം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. പല ദിവസങ്ങളിൽ ജാലകത്തിൻ്റെ സെറ്റിലെ സന്ദർശകനായി ഞാൻ. ജാലകം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് അതിൻ്റെ സംവിധായകനെ ഞാൻ ഇൻ്റർവ്യൂ എടുക്കാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞവ മാത്രമേ അടിച്ചു വരാവൂ, പ്ലീസ് എന്നെ വെട്ടിലാക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം മുൻപ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത പലരും വേന്ദ്രന്മാർ അദ്ദേഹം പറയാത്ത പലതും പറഞ്ഞ് വിവാദമുണ്ടാക്കിയ കഥയൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഒന്നും പറയാതെ ഞാൻ ഇറങ്ങി. ഇൻ്റർവ്യൂ അടിച്ചു വന്ന കോപ്പിയുമായി ഞാൻ വീണ്ടും ജഗതിക്ക് അടുത്തുള്ള പാങ്ങോടെന്ന് പറഞ്ഞ മിലിറ്ററി ക്യാമ്പിന് അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ആ അഭിമുഖം ഒറ്റ ഇരിപ്പിരുന്ന് അദ്ദേഹം വായിച്ചു. വലിയ സന്തോഷവാനായി. ആ സമയം ഞാൻ എൻ്റെ മനസ്സിലെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് സിനിമ പഠിക്കണം, താങ്കളോടൊപ്പം കൂട്ടാമോ എന്ന് തിരക്കി. അടുത്ത പടമാകട്ടെ നോക്കാം എന്നായിരുന്നു ഉത്തരം. എനിക്ക് ജ്യേഷ്ഠതുല്യനായ ആളാണ് തിരുവനന്തപുരത്തുകാരനായ ചിത്രകാരൻ കാരക്കാമണ്ഡപം വിജയകുമാർ. അദ്ദേഹത്തോടും ഞാൻ പറഞ്ഞിരുന്നു, ആരോടെങ്കിലും സിനിമയിൽ പോകാനായിട്ട് എനിക്കൊരു ഏർപ്പാടുണ്ടാക്കി തരണമെന്ന് പലവട്ടം പറഞ്ഞിരുന്നു. അത് നോക്കാടെ എന്ന് പറയുമായിരുന്നു. ഹരികുമാറിൽ രാജേന്ദ്രൻ തുടങ്ങി യുവതലമുറയിൽപ്പെട്ട കുറേ സിനിമാക്കാരുമായിട്ട് കലാകൗമുദിയുടെ ലേഔട്ട് ചെയ്യുന്ന ചിത്രകാരൻ എന്ന ബന്ധമുണ്ട് വിജയേട്ടന്. ഹരികുമാറിനോട് എൻ്റെ കാര്യം പറഞ്ഞു വിജയേട്ടൻ. ഉന്തിൻ്റെ കൂടെ ഒരു തള്ളും എന്ന പോലെ അത് ഏറ്റു. അങ്ങനെ ഞാൻ ഹരികുമാർ സംവിധാനം ചെയ്യുന്ന ഇല്ലിക്കാടും ചെല്ലക്കാറ്റും എന്ന് പറഞ്ഞ സിനിമയിലെ സംവിധാന സഹായിയായി ചാലക്കുടിക്ക് പോയി. പടം പാതുവഴിക്ക് മുടങ്ങി. പകരമെടുത്ത സിനിമയാണ് ഊഴം. ദേവനും പാർവതിയും പ്രധാന വേഷം ചെയ്ത ഊഴം. ഞാനിപ്പോൾ ഒരു 10 ദിവസം മുമ്പ് ദേവേട്ടനെ കണ്ടിരുന്നു. അപ്പോഴും ദേവേട്ടൻ പറഞ്ഞു, കാലം തെറ്റി വന്ന സിനിമയായിപ്പോയി അല്ലേ ദിനേശ് ഊഴം, ഒരു 10 വർഷം കഴിഞ്ഞ് അത് ഇറങ്ങിയിരുന്നെങ്കിൽ നന്നായി ഓടിയനെ എന്ന് ദേവേട്ടൻ പറഞ്ഞു. അങ്ങനെ ആ ഊഴമാണ് എൻ്റെ ടൈറ്റിൽ ആദ്യമായിട്ട് സ്ക്രീനിൽ എഴുതി കാണിച്ച ആദ്യ സിനിമ. ഒരു സിനിമ പത്രപ്രവർത്തനത്തിൽ നിന്നും സംവിധാന സഹായിയിലേക്ക് ചെന്നതിനാലാകണം മറ്റുള്ളവരെ പോലെ എന്നെ ആരും കണ്ടില്ല. എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ വർക്ക് ചെയ്ത സിനിമകളിലൊക്കെ കിട്ടി. ആദ്യമായൊരു സിനിമയിൽ ക്ലാപ്പടിക്കാൻ തുടങ്ങുന്നവരെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഒഴിവാക്കുകയാണ് പതിവ്. ടൈറ്റിലിൽ പോലും ചിലപ്പോൾ ചിലർ പേര് വയ്ക്കില്ല. അവിടെയാണ് എന്നോട് ആദ്യ സിനിമ മുതൽ തിരക്കഥ ചർച്ച മുതൽ എല്ലാ കാര്യങ്ങളിലും എന്നെ സഹകരിപ്പിക്കുമായിരുന്നു. അത് JC സാറായാലും ഹരികുമാർ സാറായാലും അശോകനായാലും അനിയനായാലും എല്ലാവരും, ബാലുഹിരിയത്തായാലും ഇവരെല്ലാം എന്നെ സഹകരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഊഴം സിനിമയുടെ സെൻസറിങ്ങിന് ഞാൻ ആദ്യമായി പോകുന്നത്. ഒരു പടം സെൻസർ ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയുന്നത് ആദ്യ സിനിമയിൽ തന്നെ. അന്ന് സെൻസർ ബോർഡ് ഓഫീസിൻ്റെ ഓഫീസർ KL ശ്രീകൃഷ്ണദാസ് സാറാണ്. ഒരു വളരെ മാന്യനായ നല്ല മനുഷ്യനാണ് ശ്രീകൃഷ്ണദാസ് സാർ. അവിടെ മുതൽ അദ്ദേഹം റിട്ടയറായിട്ട് 21 വർഷം പിന്നിട്ടിട്ടും ഇന്നും എൻ്റെ മനസ്സിൽ ആ വലിയ മനുഷ്യനോടുള്ള ബഹുമാനം നിലനിൽക്കുന്നു. അത്ര മാന്യനായിരുന്നു KL ശ്രീകൃഷ്ണദാസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം
ഫിലിം സെൻസർ ഓഫീസറായിരുന്ന ചുരുക്കം പേരിൽ ഒരാളാണ് ശ്രീകൃഷ്ണദാസ് സർ. കവി, ഗാനരചയിതാവ്, ടെലിഫിലിം, ഡോക്യുമെൻ്ററി സംവിധായകൻ തുടങ്ങി വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കെ എൽ ശ്രീകൃഷ്ണദാസ് സാറ് ഞാനും സിനിമയും സെൻസറിങ്ങും എന്നൊരു പുസ്തകം 2018 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് 7 വർഷം മുമ്പ്. പ്രഭാത് ബുക്ക് ഹൗസാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ. 154 പേജിൽ കുറേ സംഭവബഹുലമായ സിനിമകളുടെ സെൻസറിങ് കാലത്തെ കഥ പറയുന്ന പുസ്തകമാണിത്. 140 രൂപ വിലയുള്ളൂ. ഇപ്പോൾ പ്രഭാതിൽ ആ പുസ്തകം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ റീപ്രിൻ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പുസ്തകം ചുവന്ന മഷിയിൽ ഒപ്പിട്ട് അഭിവന്ദനായ പെരുമ്പുഴ സാറിന്, പെരുമ്പുഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ, ദേവരാജ മാഷിൻ്റെയൊക്കെ വളരെ അടുപ്പമുള്ള സിനിമ ക്രിട്ടിക്കാണ്, അദ്ദേഹത്തിന് സ്നേഹാദരങ്ങളോടെ എന്നെഴുതി 2019 മെയ് മാസം 12-ാം തീയതി ശ്രീകൃഷ്ണദാസ് സാർ പെരുമ്പുഴയ്ക്ക് നൽകി ഈ പുസ്തകം. എനിക്ക് തോന്നുന്നു എനിക്ക് പ്രിയപ്പെട്ട പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ സാർ മരിച്ച ശേഷം വീട്ടിൽ സ്ഥലപരിമിതി ഉള്ളതിനാൽ വീട്ടുകാർ ആവശ്യമില്ലാത്തതൊക്കെ തൂക്കി വിറ്റതിൽ ഈ പുസ്തകവും പെട്ടതാകാം. ആ പുസ്തകം മറ്റു പല പുസ്തകങ്ങളെപ്പോലെ പലരും ഗിഫ്റ്റ് കൊടുത്ത പുസ്തകങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ സതീഷ് ബാബു പയ്യന്നൂരിൻ്റെയൊക്കെ പുസ്തകം കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ പെരുമ്പുഴ ഗോപാലകൃഷ്ണ സാറിന് ഒപ്പിട്ട് ശ്രീകൃഷ്ണദാസ് സാർ കൊടുത്ത പുസ്തകം എൻ്റെ കൈവശമെത്തി. എൻ്റെ മറ്റൊരു സുഹൃത്തായ നാരായണ ഭട്ടതിരിയാണ് കവർ ചെയ്തിരിക്കുന്നത് എന്നതും എന്നെ സന്തോഷിപ്പിക്കുന്നു. കെ എൽ ശ്രീകൃഷ്ണദാസ് സാറിനോടൊപ്പം സാറിരുന്നപ്പോൾ സെൻസർ ഓഫീസ് KSFDCയുടെ വഴുതക്കാട്ടെ കലാഭവൻ തിയേറ്ററിൻ്റെ 1ാം നിലയിലായിരുന്നു. ഇപ്പം തിരുവല്ലം കുന്നിലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ എഡിറ്റേഴ്സ് റൂമുകളുടെ മുന്നിലുള്ള റിസപ്ഷനിലാണ് പ്രവർത്തിക്കുന്നത്. ഒരാളെപ്പോലെ മറ്റൊരാളെ വിലയിരുത്തരുത്. എന്നാലും ഞാൻ പറയുന്നു, കെ എൽ ശ്രീകൃഷ്ണദാസിനെ പോലെ സിനിമയെ ദ്രോഹിക്കാത്തവരല്ല കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ സെൻസർ ബോർഡ് ആഫീസർമാർ, അല്ലെങ്കിൽ ആഫീസർമാരുടെ സ്ത്രീലിംഗം എന്തെന്ന് എനിക്കറിയില്ല. എങ്ങനെ ഒരു സിനിമയെ വെട്ടി നുറുക്കി നശിപ്പിക്കാമെന്ന് ചിന്തിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണല്ലോ ഇപ്പോൾ സെൻസർ ഓഫീസർമാരും മെമ്പർമാരും റിസർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ സർവീസിൽ ശ്രീകൃഷ്ണദാസ് ഇല്ലാത്തത് കഴിഞ്ഞ ജുമ്മ അദ്ദേഹം നല്ലതൊക്കെ ചെയ്തതിനാലാകണം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ശ്രീകൃഷ്ണദാസിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറ്റവും തിളക്കമറന്ന കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്നത് തിരുവനന്തപുരത്ത് സെൻസർ ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ച 1/2 പതിറ്റാണ്ടാണെന്ന് ഈ പുസ്തകത്തിന് അവതാരക എഴുതിയ അടൂർ ഗോപാലകൃഷ്ണൻ സാർ കുറിച്ചിട്ടുണ്ട്. 1/2 പതിറ്റാണ്ടെന്ന് പറയുമ്പോൾ ഏതാണ്ട് 10-15 വർഷം. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാനം പഠിക്കണമെന്ന് ചിന്തയിൽ നടന്ന പയ്യനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയാൽ പയ്യൻ വഴിപഴിച്ച് പോയാലോ എന്ന വീട്ടുകാരുടെ എതിർപ്പ് കാരണം എന്താ പറയുക, അയക്കാതിരുന്നതാണ്. പക്ഷേ ബന്ധുവായ അനുഗ്രഹീതനായ കവി വയലാർ രാമവർമ്മ അനുജന് ചില കുറുക്കു വഴികൾ പറഞ്ഞു കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചില സിനിമാ ഷൂട്ടിംഗ് സെറ്റുകളിൽ കണ്ടു നിൽക്കാനുള്ള അവസരങ്ങൾ തരപ്പെടുത്തി കൊടുത്ത കഥയും അടൂർ അവതാരികയിൽ പറയുന്നുണ്ട്. ഈ അവതാരികയിൽ അടൂർ സാർ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. സെൻസർ ബോർഡിൻ്റെ പ്രവർത്തനം കൊള്ളാവുന്ന ഒരു ഏർപ്പാടാണെന്ന് അടൂരിന് അഭിപ്രായമില്ല. ഒരു സിനിമയ്ക്ക്, ഒരു കലാകാരൻ്റെ സൃഷ്ടിക്ക് സെൻസറിങ് ആവശ്യമില്ല എന്ന പക്ഷക്കാരനാണ് അടൂർ സാർ. സെൻസർ ബോർഡിനെ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡെന്ന് പേര് മാറ്റിയിട്ടു. പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നും അടൂർ സാർ പറയുന്നു. ടെലിവിഷനിൽ എന്തും കാണിക്കാം എന്ന സ്ഥിതിയും ഇവിടെ നിലനിൽക്കുന്നു. സിനിമയിൽ കാണിക്കാൻ പാടില്ല, പക്ഷേ ആരുടെയും പെർമിഷൻ ഇല്ലാതെ വീട്ടിലേക്ക് കടന്നു വരുന്ന ടെലിവിഷനിൽ തുടരൻ പരമ്പര എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം വാർത്തകൾ കേട്ടിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളക്കി വിളിക്കുന്ന വാർത്തകളല്ലേ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. 1979 46 വർഷം മുമ്പ് ഡോക്ടർ ശിവരാം കാരന്തിൻ്റെ അധ്യക്ഷതയിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ, അന്വേഷണ കമ്മിറ്റിയെ രൂപീകരിച്ചു. അതിൽ
മൃണാൾ സെൻ ഉണ്ടായിരുന്നു, ശ്യാം ബെനഗൽ ഉണ്ടായിരുന്നു, അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഷോലെ എടുത്ത GP സിപ്പി ഉണ്ടായിരുന്നു, രാമാനന്ദ സാഗർ, നമ്മളെ വലിയ പരമ്പര എടുത്ത രാമാനന്ദ സാഗർ മുതലായവരുണ്ടായിരുന്നു. മൃണാൾ സെന്നും ശ്യാം ബെനഗലും അടൂരും സെൻസറിങ് അവസാനിപ്പിക്കണം എന്ന തീരുമാനം കമ്മിറ്റിയുടേതായി കൈക്കൊള്ളാനുള്ള ശ്രമം നടത്തിയപ്പോൾ GP സിപ്പിയും രാമാനന്ദ സാഗറും അതിനെ എതിർത്തു. പല വിധത്തിലുള്ള വിഭാഗീയതയും മത്സരവും ശത്രുതകളും ഒക്കെയുള്ള സിനിമാ വ്യവസായത്തിൽ ഒരു നിർമ്മാതാവിൻ്റെ മുന്നേറ്റം മറ്റു ചിലർ വിചാരിച്ചാൽ തടസ്സപ്പെടുത്താൻ കഴിയും. എന്തേലും നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് കോടതിയിൽ പോയി സ്റ്റേയൊക്കെ വാങ്ങിയാൽ ഒരു പടത്തെ മുടക്കാൻ കഴിയും. നേരെ മറിച്ച് സർക്കാർ നിശ്ചയിച്ച ഒരു കമ്മിറ്റി നിലവിലുണ്ടെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിച്ച ഒരു കമ്മിറ്റിയുടെ സർട്ടിഫിക്കറ്റ് രക്ഷാകവചം ആകും. സംഗതി ശരിയാണ്. രാമാനന്ദ സാഗറും ഈ പറയുന്ന നമ്മുടെ GP സിപ്പിയും പറഞ്ഞത് വിജയിച്ചു. ഇന്ന് ആ സെൻസർ ബോർഡിനെ വച്ച് അവർക്കിഷ്ടമില്ലാത്ത വാക്കുകളും രാഷ്ട്രീയവും കൊടിയും നിറവും കഥാപാത്രങ്ങളുടെ പേരുകളിലും ചില ഭക്ഷണത്തിൻ്റെ പേരിലുമൊക്കെ സിനിമകളുടെ കൊങ്ങയ്ക്ക് പിടിക്കുന്നു എന്നുള്ളതാണ് ദയനീയമായൊരു വശം. അടൂർ പറയുന്നത് KL ശ്രീഷദാസ് എന്ന സെൻസർ ഓഫീസർ തൻ്റെ ജോലിയിൽ കാട്ടിയ ചില ശ്രദ്ധകളെ പറ്റിയാണ്. IV ശശിയുടെ 1921 എന്ന ചിത്രം മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ പറ്റിയാണല്ലോ. അതാണല്ലോ അതിൻ്റെ കഥ. ഈ പടം സെൻസറിന് വരും മുമ്പ് ശ്രീഷദാസ് വാഗൺ ട്രാജഡി അടക്കമുള്ള വിവാദമായ സ്വാതന്ത്ര്യ സമര സംഭവങ്ങൾ അതിനെപ്പറ്റി പറയുന്ന പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിച്ചിട്ടാണ് അദ്ദേഹം 1921 എന്ന് പറഞ്ഞ സിനിമയുടെ സെൻസറിങ്ങിനിരുന്നത്. കാരണം ചരിത്രത്തെ വളച്ചടിക്കുന്ന അല്ലെങ്കിൽ ചില മതങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയാനായിരിക്കാം. ജ്യോതിഷവും മന്ത്രവാദവും ഒക്കെ അധികരിച്ച് ഡെന്നിസ് ജോസഫിൻ്റെ അഥർവം സെൻസർ ചെയ്യുന്നതിന് മുമ്പ് തദ്ദേശകരമായ അനവധി പുസ്തകങ്ങൾ വായിച്ച് നോട്ടെടുത്ത് ഹൃദയസ്ഥമാക്കിയ ശേഷമാണ് ശ്രീഷദാസ് സെൻസറിങ്ങിനിരുന്നത്. ഇവിടുത്തെ ഏത് സെൻസർ ബോർഡ് ഓഫീസർ ഇങ്ങനെ ചെയ്യും? അദ്ദേഹം വിവാദം ഉണ്ടാകുന്ന ഏത് വിഷയം സെൻസറിങ്ങിന് വരുന്നു എന്ന് പറഞ്ഞാലും അതിനെപ്പറ്റി പറയുന്ന പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിച്ച് തൻ്റേതായ ഒരു തീരുമാനം എടുത്തിട്ടേ പോകും. അതിനെ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് സെൻസർ ചെയ്താൽ മതിയല്ലോ. ശ്രീഷദാസ് സാറ് ഓർക്കുന്ന മനോഹരമായ ഒരു സന്ദർഭമുണ്ട് ഈ പുസ്തകത്തിൽ. 1976 അടിയന്തരാവസ്ഥക്കാലത്ത് ന്യൂഡൽഹിയിലെ DAVPയിൽ മലയാള വിഭാഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന അസിസ്റ്റൻ്റ് എഡിറ്ററായി ശ്രീഷദാസിനെ നിയമിക്കുന്നു. അതിനു മുമ്പ് ഈ പോസ്റ്റിലിരുന്നത് KPR പിള്ള എന്ന മലയാളിയായിരുന്നു. അച്ഛനും ബാപ്പയും എന്ന സിനിമയിലൂടെ വയലാർ ഇന്ത്യയിലെ മികച്ച ഗാനരചയിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹൂർത്തം അത് പറയുകയായിരുന്നു ഒരിക്കൽ ശ്രീഷദാസ് സാറിനോട് KPR പിള്ള. ദേശീയ അവാർഡിന് മലയാള ചിത്രങ്ങൾ പരിഗണിക്കുമ്പോൾ മലയാളികളല്ലാത്ത ജൂറി അംഗങ്ങൾക്കായി ചിത്രത്തിലെ സംഭാഷണവും ഗാനങ്ങളും തത്സമയം പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ ഇൻഫർമേഷൻ സർവീസിലെ മലയാളി ഓഫീസർമാരെ നിയോഗിക്കും സർക്കാർ. അച്ഛനും ബാപ്പയുടെയും മൊഴിമാറ്റം വരുത്താൻ നിയുക്തനായത് KPR പിള്ളയാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു. അച്ഛനും ബാപ്പയിലെ മനോഹരമായ പാട്ടാണല്ലോ വയലാർ എഴുതിയത്. ഗാനത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് വികാരനിർഭരനായി KPR പിള്ള മനോഹരമായ ഇംഗ്ലീഷിൽ വയലാർ എന്താണ് മലയാളത്തിൽ എഴുതി വെച്ചതെന്ന് പരിഭാഷപ്പെടുത്തി കൊടുത്തു മറ്റ് ജൂറികൾക്ക്. പരിഭാഷ കാതോർത്തിരുന്ന ജൂറി അംഗങ്ങൾ ഗാനം അവസാനിച്ചപ്പോൾ അറിയാതെ കൈയടിച്ചു പോയി. ജൂറികളൊന്നും ഒരിക്കലും കൈയടിക്കാൻ പാടില്ല, പക്ഷേ അറിയാതെ കൈയടിച്ചു പോയി. അവരിലൊരാൾ പഞ്ചാബി സാഹിത്യകാരി അമൃത പ്രീതം ആയിരുന്നു. അവർ ഉറക്കെ പറഞ്ഞു, ഓ ദിസ് ഈസ് നോട്ട് എ മിയർ ഫിലിം സോങ്, ദിസ് ഈസ് എന്താ പറയുക സബ്ലം പോയട്രി എന്നാണ് അവർ പറഞ്ഞത്. ഇത് വെറുമൊരു സിനിമാ പാട്ടല്ല, ഇത് ഉദാത്തമായ കവിതയാണ്. അമൃത പ്രീതം പറഞ്ഞത് മറ്റുള്ളവർ ഏറ്റെടുത്തു. വയലാർ ദേശീയ ഗാനരചയിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1987 മാർച്ച് 13 ശ്രീഷദാസ് ആദ്യമായൊരു സിനിമ
സെൻസർ ചെയ്യാനായി നിയമിതനായി. അത് ചെന്നൈയിലാണ്. അതാത് ഭാഷയിലെ വിദഗ്ധരായ ഉപദേശക സമിതി അംഗങ്ങളിൽ നിന്നും 4 പേരെ സെൻസറിങ്ങിന് വിളിക്കണം. അതിലൊരാളെങ്കിലും സ്ത്രീ ആയിരിക്കണം. ഏത് മെമ്പറെയാണ് നാളെ സെൻസറിങ്ങിനായി ക്ഷണിച്ചിട്ടുള്ളത് എന്ന് മറ്റ് മെമ്പർമാർക്ക് അറിയാൻ പറ്റില്ല. സെൻസർ ഓഫീസർക്ക് മാത്രമേ അതറിയാൻ പറ്റൂ. കാരണം അദ്ദേഹമാണ് വിളിക്കുന്നത്. ഇപ്പോൾ 40 പേരുണ്ട്. ആ 40 പേരിൽ നിന്ന് 4 പേരെ ആരെയൊക്കെയാണ് അദ്ദേഹം വിളിച്ചതെന്ന് ഒരാൾക്കും അറിയാൻ പാടില്ല. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. സെൻസറിങ്ങിൻ്റെ തലേന്ന് വൈകുന്നേരം മാത്രമേ വിളിച്ച് പറയാവൂ, നാളെ ഒരു പടം സെൻസറിങ് ഉണ്ട്, 11:30 നിങ്ങൾ എത്തണം എന്ന് സെൻസർ ഓഫീസർ അപ്പോഴേ പറയുള്ളൂ. സെൻസർ മെമ്പർമാർ ആരൊക്കെയാണ്, സംവിധായകനോ നിർമ്മാതാവോ നേരത്തെ അവരും അറിയില്ല, അവരോടും പറയില്ല. ഇന്ന ആളുകളാണ് സെൻസർ ചെയ്യുന്നത് കേട്ടോ, നിങ്ങൾ അവരെ ഒന്ന് കണ്ടേക്ക്, നിങ്ങളെ പടത്തിൽ കട്ട് പറയണമെങ്കിൽ ആ ആളിനെ കാണ്, അതൊന്നും സമ്മതിക്കില്ല. ഏത് ചിത്രമാണ് നമ്മൾ ഇന്ന് സെൻസർ ചെയ്യുന്നതെന്ന് പോലും മെമ്പർമാരോട് പറയില്ല. നമ്മളെ നാളെ മറ്റേ ഏതെങ്കിലും ഒരു പടത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അതാണ് സെൻസർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ സെൻസർ മെമ്പർക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറെ സംവിധാനം വിളിച്ചു പറയാം, വല്ല കട്ടൊക്കെ ഉള്ള സാധനം ഉണ്ടെങ്കിൽ ഞാൻ കടടയ്ക്കാം കേട്ടോ, വല്ലതും തടയണം എന്നൊക്കെ പറയില്ലേ. അതുകൊണ്ട് അതും ചിത്രത്തിൻ്റെ പേരും പറയില്ല. സെൻസർ ദിവസം തിയേറ്ററിൽ വച്ച് മാത്രമേ നമ്മൾ 4 പേരാണെന്നും സിനിമ ഇതാണെന്നും അറിയാൻ പാടുള്ളൂ. തിയേറ്ററിൽ പോലും ഓഫീസർക്കും 4 മെമ്പർമാർക്കും ഓപ്പറേറ്റർക്കും മാത്രം അറിയാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. തിയേറ്ററിനകത്ത് 2 വശങ്ങളിൽ അകലങ്ങളിലാവും ഈ മെമ്പർമാർ ഇരിക്കാനുള്ള ഇരിപ്പിടം. കഥാസാരം, ഗാനങ്ങൾ, നടീനടന്മാരുടെയും കഥാപാത്രങ്ങളുടെയും സാങ്കേതിക വിദഗ്ധരുടെയും പേരുകൾ അടങ്ങിയ ഓരോ ഫയലുകൾ മെമ്പർമാർക്ക് തിയേറ്ററിൽ കയറിയ ശേഷം നൽകും. കൂടാതെ സെൻസർ സ്ക്രിപ്റ്റ് നോക്കി ഒഴിവാക്കപ്പെടേണ്ട സംഭാഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മറ്റൊരു മെമ്പറെയും ഏൽപ്പിച്ചിരിക്കും. മെമ്പർമാരുടെ കസേരകൾക്ക് മുന്നിൽ ഓരോ ടേബിൾ ലാമ്പ് ഘടിപ്പിച്ചിരിക്കും. എഴുതാനായിട്ട് സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറിക്കണ്ടേ. ഓരോ റീലും കഴിയുമ്പോൾ ഒഴിവാക്കേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ കുറിച്ചു വയ്ക്കാം. പടം തീർന്നാൽ ഓഫീസറും മെമ്പർമാരും തിയേറ്ററിൽ വെച്ചോ ഓഫീസിലെ ചേംബറിൽ വെച്ചോ നൽകേണ്ട സർട്ടിഫിക്കറ്റ്, ഒഴിവാക്കേണ്ട രംഗങ്ങൾ മുതലായവ ഓരോരുത്തരുടെയും കുറിച്ചു വെച്ചത് അത് വെച്ചുകൊണ്ടൊരു ചർച്ച നടത്തും. തീരുമാനം ഏകകണ്ഠമാകുന്നുവെങ്കിൽ പുറത്തു കാത്തിരിക്കുന്ന നിർമ്മാതാവിനെ അകത്ത് വിളിക്കും, വിവരങ്ങൾ അറിയിക്കും. ബോർഡ് പറയുന്നത് നിർമ്മാതാവ് അംഗീകരിക്കുകയാണെങ്കിൽ മുറിച്ചു മാറ്റാൻ നിർദ്ദേശിച്ച ഭാഗങ്ങളുടെ പിക്ചർ പോസിറ്റീവും നെഗറ്റീവും സൗണ്ട് നെഗറ്റീവും ബോർഡിന് നൽകിയാൽ, ബോർഡ് അംഗീകരിച്ച രീതിയിലുള്ള സിനിമയുടെ ഒരു കാസറ്റും നൽകിയാൽ, ഈ കട്ടെല്ലാം കഴിഞ്ഞുള്ള ഒരു കാസറ്റും നൽകിയാൽ, ഇപ്പോൾ DVD-യിലായിരിക്കാം ഈ കാസറ്റ് അല്ലെങ്കിൽ DVD, സെൻസർ ഓഫീസറും ചിത്രം കണ്ട മെമ്പർമാരിൽ ഒരാളും നിർമ്മാതാവും ഒരുമിച്ചിരുന്ന് കണ്ടതിന് ശേഷം സീൽ ചെയ്ത് 3 പേരും ഒപ്പിട്ട് ഭദ്രമായി സൂക്ഷിക്കണം. ഇതാണ് നിയമം. ഏതെങ്കിലും കോടതിയിൽ ഈ ചിത്രത്തെപ്പറ്റി കേസ് വന്നാൽ ഈ കാസറ്റ് അല്ലെങ്കിൽ DVD തുറന്ന് പരിശോധിക്കും. ഈ രീതി നിർമ്മാതാവ് അംഗീകരിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് റിവൈസിംഗ് കമ്മിറ്റിയിൽ ചിത്രം പ്രദർശിപ്പിക്കാം. അവിടെയും നിർമ്മാതാവിന് സമ്മതമല്ലാത്ത തീരുമാനങ്ങളാണ് വരുന്നതെങ്കിൽ ഫിലിം സർട്ടിഫിക്കേഷൻ അപ്പലറ്റ് ട്രൈബ്യൂണലിനെ സമീപിക്കാം. അപ്പലറ്റ് ട്രൈബ്യൂണലിൻ്റെ വിധി അന്തിമമായിരിക്കും. ഇതാണ് സെൻസർ നിയമം. 1987 ജൂൺ 1 സെൻസർ ബോർഡ് ഓഫീസിൽ ഫയലുകൾ നോക്കിയിരിക്കുകയാണ് ഓഫീസറായ ശ്രീകൃഷ്ണദാസ്. പിയൂൺ ഒന്ന് പറഞ്ഞു, സാർ അങ്ങേക്ക് ഒരു വിസിറ്റർ ഉണ്ട്. ആണോ, വരാൻ പറയൂ. മദ്രാസിലാണേ. ദീർഘകായനായ ഒരു വൃത്തൻ അകത്തേക്ക് വന്നു. ഒരു ആധ്യാത്മിക ഗുരുവിനെ പോലെ തോന്നിക്കുന്ന കുലീനത്വം തുളുമ്പുന്ന മുഖം, അല്പം മുടി നീട്ടി വളർത്തിയിരിക്കുന്നു. അത് കഷണ്ടിക്ക് അല്പം അഭിജാതമായ പരിവേഷം നൽകുന്നു. ബോർഡ് മാറി വായിച്ച് കയറിയത് എന്നാവും സെൻസർ ബോർഡ് ഓഫീസർക്ക് സംശയം. സെൻസർ ബോർഡ് ഓഫീസിൽ കയറേണ്ട ഒരു രൂപമല്ല വന്ന് നിൽക്കുന്നത്. സെൻസർ ബോർഡ് ഓഫീസർ എന്താണ് മനസ്സിൽ കരുതിയതെന്ന് വായിച്ചറിഞ്ഞ് ഇംഗ്ലീഷിൽ അഗതൻ ചോദിച്ചു, അങ്ങയുടെ, അല്ലെങ്കിൽ ചോദിച്ചു എന്നല്ല പറഞ്ഞു എന്ന് പറയുന്നവൻ ശരി, അങ്ങയുടെ ഊഹം പകുതി ശരിയാണ്. എൻ്റെ പേര് വിദ്വാൻ ലക്ഷ്മണൻ. ഞാനൊരു ജ്യോതിഷിയാണ്, ഒപ്പം ഒരു ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയാണ്. പരിവാർ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ
സെൻസറിങ്ങിനുള്ള അപേക്ഷ കൊടുക്കാനാണ് ഞാൻ വന്നത്. 4-ാം തീയതി ചിത്രം കാണാമെന്ന് പറഞ്ഞു. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. 4-ാം തീയതിക്ക് പകരം 5-ാം തീയതി ചിത്രം കാണാമോ? അപ്പോൾ ശ്രീകൃഷ്ണദാസ് ചോദിച്ചു, അതെന്താ? 5 എൻ്റെ ഭാഗ്യ നമ്പറാണ്. അതിന് പ്രയാസമില്ല. നേരത്തെ ആകണം എങ്കിലേ നിയമതടസ്സമുള്ളൂ. സെൻസറിങ്ങിന് 4-ാം തീയതി വെച്ചിട്ട് 3 ആക്കാമോ എന്ന് ചോദിച്ചാൽ നിയമതടസ്സമുണ്ട്. കാരണം 3 വേറെ പടത്തിന് കൊടുത്തിരിക്കുകയായിരിക്കുമല്ലോ. അത് കഴിഞ്ഞുള്ള 5 ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് 5-ാം തീയതി കാണാം എന്ന് പറഞ്ഞു. പരിവാർ ജൂൺ 5-ന് സെൻസർ ചെയ്തു. ശശിലാൽ നായർ സംവിധാനം ചെയ്ത പരിവാർ വൻ വിജയമായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിദ്വാൻ ലക്ഷ്മണൻ വീണ്ടും സെൻസർ ഓഫീസറെ തേടി വന്നു. പരിവാറിൻ്റെ വിജയത്തിൽ സെൻസറിന് ജൂൺ 5 തിരഞ്ഞെടുത്തതും ഒരു പ്രധാന ഘടകമാണെന്ന് പറഞ്ഞ് നന്ദി പ്രകടിപ്പിച്ചു. പോകാനെണീറ്റ വിദ്വാൻ ചോദിച്ചു, ഡു യു ബിലീവ് ഇൻ അസ്ട്രോളജി? നിങ്ങൾക്ക് ഈ ജാതകം നോക്കുന്ന ഹസ്തരയൊക്കെ നോക്കുന്ന അതിലൊക്കെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. വിശ്വാസമാണെന്ന് ശ്രീകൃഷ്ണദാസിൻ്റെ മറുപടി. താങ്കൾ ഈ സെൻസർ ഓഫീസിൽ മദ്രാസിൽ അധികകാലം ഉണ്ടാവില്ല. അടുത്ത് തന്നെ താങ്കൾ കേരളത്തിലേക്ക് സ്ഥലം മാറിപ്പോവും. അവിടെ ഏറെക്കാലം ഇതേ തസ്തികയിൽ തുടരുമെന്നും പറഞ്ഞിട്ട് വിദ്വാൻ ലക്ഷ്മണൻ പോയി. അങ്ങനെ തന്നെ സംഭവിച്ചു. 1987 ജൂൺ 2-ന് തമിഴ്നാട്ടിലെ പുതിയ തരംഗമായ ഭാഗ്യരാജ് ശ്രീകൃഷ്ണദാസിനെ തിരക്കി ഓഫീസിൽ വന്നു. ഭാഗ്യരാജ് എത്തിയ വിവരം അറിഞ്ഞ് ഒരു നോക്ക് അടുത്ത വാരീസിനെ കാണാനായി, അടുത്ത വാരീസ് എന്ന് പറഞ്ഞാൽ അടുത്ത അധികാരി വാരീസിനെ കാണാനായി ശാസ്ത്രി ഭവനിലും പരിസരത്തും ആരാധകർ തിങ്ങി നിറഞ്ഞു. ഭാഗ്യരാജ് നായകനും സംവിധായകനുമായ നമ്മുടെ കല്ലറ സഹോദരിമാരിലെ രാധ നായികയായ എങ്കൽ ചിന്ന രാജ എന്ന സിനിമ അതിൻ്റെ സെൻസറിങ് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഭാഗ്യരാജിൻ്റെ വരവ്. എല്ലാം തീരുമാനിച്ച് ഒരു ഫോട്ടോയും ഇരുവരുമായി എടുത്തിട്ടാണ് ഭാഗ്യരാജ് പോയത്. എങ്കൽ ചിന്ന രാജ സൂപ്പർ ഹിറ്റായ സിനിമയായി മാറി. 2 ദിവസം കഴിഞ്ഞ് 1987 ജൂൺ 4-ാം തീയതി സെൻസർ ബോർഡ് ഓഫീസിൽ സാക്ഷാൽ കമൽഹാസൻ എത്തി. കമൽഹാസൻ നിർമ്മിക്കുന്ന സന്താനഭാരതി സംവിധാനം ചെയ്യുന്ന കടമൈ കണ്ണീയം കട്ടപ്പാട് എന്ന ചിത്രം സെൻസർ ചെയ്യാനായിട്ട് വന്നതാണ്. മലയാളത്തിലെ IV ശശിയുടെ ആവനാഴി റീമേക്ക് ചെയ്തതാണ് കടമൈ കണ്ണീയം കട്ടുപാട്. കമൽ ഇതിൽ അഭിനയിച്ചിട്ടില്ല. മമ്മൂട്ടിയുടെ ബൽറാം എന്ന് പറഞ്ഞ നായക വേഷം സത്യരാജാണ് ചെയ്തിരിക്കുന്നത്. നായകൻ്റെ ചില ഡയലോഗുകളിൽ കത്രിക വീഴ്ത്തണം എന്നാണ് കണ്ട അംഗങ്ങളുടെ പക്ഷം. നിയമമനുസരിച്ച് കത്രിക വയ്ക്കും മുമ്പ് നിർമ്മാതാവിനെ വിളിച്ച് ചർച്ച ചെയ്യണം. കമൽഹാസൻ എന്ന ഉലക നായകൻ കടന്നു വന്നപ്പോൾ ശ്രീകൃഷ്ണദാസ് ചിന്തിച്ചത് 1962 എറണാകുളം മഹാരാജാസിൽ പഠിക്കുന്ന കാലത്ത് കണ്ട സേതുമാധവൻ്റെ കണ്ണും കരളും എന്ന സത്യൻ അംബിക ജോഡി അഭിനയിച്ച ചിത്രത്തിലെ ബാലതാരത്തെക്കുറിച്ചായിരുന്നു. കമൽഹാസൻ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്നത് കണ്ണും കരളുമാണല്ലോ, ബാലതാരമായിട്ട്. ഒരു നിമിഷം മഹാരാജാസിൽ പഠിച്ച കാലത്ത് ഞാൻ കണ്ട സിനിമയെപ്പറ്റി ശ്രീകൃഷ്ണദാസ് ആലോചിച്ചു. സാറ് മലയാളിയല്ലേ? സാറ് ആവനാഴി എന്ന മലയാള സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആവനാഴിയുടെ റീമേക്കാണ് ഈ ഫിലിം. അതിലുള്ള ഡയലോഗുകളിൽ കടുപ്പമുള്ള ഡയലോഗൊന്നും ഇതിൽ ചേർത്തിട്ടില്ല സാർ. ഡയലോഗുകളിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ കടമൈ കണ്ണീയം കട്ടപ്പാട് സെൻസർ ചെയ്യപ്പെട്ടു. തമിഴ്നാട്ടിലെ 100 നാൾ കടന്നുപോയ സിനിമയായിരുന്നു ഈ ആവനാഴിയുടെ റീമേക്ക്. തമിഴ്നാട്ടിലെ കലാകാരന്മാർ ഔദ്യോഗിക സ്ഥാനങ്ങളോടും സ്ഥാപനങ്ങളോടും കാണിക്കുന്ന ആദരവ് മലയാളി കണ്ടു പഠിക്കണം എന്നാണ് കമൽഹാസൻ്റെയും ഭാഗ്യരാജിൻ്റെയും സ്വഭാവത്തെപ്പറ്റി KL ശ്രീകൃഷ്ണദാസ് പറയുന്നത്. മലയാളി അംഗീകരിക്കില്ല, അതാണ് പ്രശ്നം. മറ്റേ അവർ സാർ 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 എന്ന് പറഞ്ഞ് നിൽക്കുമല്ലോ. 1983 സെൻസർ ബോർഡിൻ്റെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ ഇദ്ദേഹം എത്തി. അവിടുത്തെ ആദ്യത്തെ മേധാവി R രംഗനാഥാണ്. അക്കാലത്ത് കേരളത്തിൽ നിന്നും കേന്ദ്ര സെൻസർ ബോർഡിൽ ഉള്ളത് കവിയും സംവിധായകനുമായ P. ഭാസ്കരൻ മാഷും നിർമ്മാതാവ് ജനറൽ പിക്ചേഴ്സ് രവി എന്നറിയപ്പെടുന്ന രവീന്ദ്രൻ നായരും ആയിരുന്നു.
തിരുവനന്തപുരത്തെ ആദ്യ ബോർഡ് അംഗങ്ങൾ, സെൻസർ ബോർഡ് അംഗങ്ങൾ സുഗതകുമാരി, രാജേശ്വരി മേനോൻ, ഡോക്ടർ എൻ എ കരീം, പി കെ ബാലകൃഷ്ണൻ, കെ ബി ഹരിദാസ്, ചെമ്മനം ചാക്കോ, പെരുമ്പടവൻ ശ്രീധരൻ, ജോർജ് ഓണക്കൂർ, വി രാജാകൃഷ്ണൻ, വിജയകൃഷ്ണൻ, കള്ളിക്കാടൻ രാമചന്ദ്രൻ, രാജൻ പൊതുവാൾ മുതലായവരായിരുന്നു. ആദ്യത്തെ ഇദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ റീജിയണൽ സെൻസർ ബോർഡിലെ ആദ്യത്തെ അംഗങ്ങൾ ഇവരൊക്കെ ആയിരുന്നു. സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു പോന്ന സെൻസർ ബോർഡ് ഓഫീസ് 2 വർഷത്തിന് ശേഷം കലാഭവനിലേക്ക് മാറ്റി 1985. തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ സെൻസർ ചെയ്ത ആദ്യ സിനിമ പ്രിയദർശൻ്റെ ആദ്യ ചിത്രമായ പൂച്ചക്കൊരു മൂക്കുത്തിയായത് എന്താ പറയുക, യാദൃച്ഛ്യമായിരിക്കാം. മലയാളത്തിലെ സെൻസർ ബോർഡിൽ ആദ്യമായിട്ട് സെൻസർ ചെയ്യുന്നത് പൂച്ചക്കൊരു മൂക്കുത്തിയാണ്. ഐശ്വര്യമുള്ള തുടക്കമായിരുന്നു എന്ന് പറയാം, കാരണം പടം സൂപ്പർ ഹിറ്റായല്ലോ. 1985 മദ്രാസിൽ 41 മലയാള സിനിമകൾ സെൻസർ ചെയ്തപ്പോൾ തിരുവനന്തപുരത്ത് ഈ 85 തന്നെ തിരുവനന്തപുരത്ത് 96 മലയാള ചിത്രങ്ങൾ സെൻസർ ചെയ്തു. 1986 14 മലയാള ചിത്രങ്ങൾ സെൻസർ ചെന്നൈയിൽ ചെയ്തപ്പോൾ തിരുവനന്തപുരത്ത് 118 മലയാള സിനിമകൾ സെൻസർ ചെയ്തു. 1987 രംഗനാഥ് ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് മടങ്ങിയപ്പോൾ പകരം മദ്രാസ് അസിസ്റ്റന്റ് റീജിയണൽ ഡയറക്ടറായ AT തേക് ചന്ദനി തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൻ്റെ താൽക്കാലിക ചുമതലക്കാരനായി. മലയാളം വശമില്ലാത്ത ചന്ദനി സെൻസർ ചെയ്ത ചില സിനിമകൾക്ക് നിർദ്ദേശിച്ച കട്ടുകൾ ചലച്ചിത്ര പ്രവർത്തകർക്കിടയിൽ വിമർശനങ്ങളുണ്ടാക്കി. മലയാളം അറിയുന്ന ഒരാൾ സെൻസർ ഓഫീസറായി വരണം എന്ന അഭിപ്രായം ഉയർന്നു. അങ്ങനെ 1987 ആഗസ്റ്റ് 14 മദ്രാസിൽ നിന്നും ശ്രീകൃഷ്ണദാസിനെ തിരുവനന്തപുരത്തേക്ക് മാറ്റി നിയമിച്ചു. സെപ്റ്റംബർ 10 ശ്രീകൃഷ്ണദാസ് തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ സെൻസർ ഓഫീസറായി ചുമതലയേറ്റെടുത്തു. 1987 സെപ്റ്റംബർ 16 PG വിശ്വൻ്റെ പൊന്നാണ് തിരുവനന്തപുരത്ത് ശ്രീകൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിൽ സെൻസർ ചെയ്ത ചിത്രം. ചില്ലറ കട്ടുകളോടെ സർട്ടിഫിക്കറ്റ് നൽകി. 6 ദിവസം കഴിഞ്ഞ് CB മലയിൽ ലോഹിതദാസ് ടീമിൻ്റെ എഴുതാപ്പുറങ്ങളും കട്ട് ചെയ്തു. രസകരമായ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ ശ്രീകൃഷ്ണദാസ് എന്ന സെൻസർ ഓഫീസർ കടന്നുപോയിട്ടുണ്ട്. പലരോടും പിണങ്ങേണ്ടി വന്നിട്ടുണ്ട്. കർക്കശക്കാരൻ അല്ലെങ്കിലും സെൻസർ ഓഫീസർ എന്ന നിലയിൽ ഉറച്ചു നിന്നിട്ടുണ്ട് അദ്ദേഹം. ഉദാഹരണത്തിന് പത്മരാജൻ്റെ അപരൻ സെൻസറിങ്ങിന് വന്നു 1988 മെയ്യിൽ. ചില ഡയലോഗുകൾ കട്ട് ചെയ്യാൻ നിർദ്ദേശം വന്നപ്പോൾ പത്മരാജൻ പിണങ്ങി. ഇങ്ങനാണോ ദാസെ സെൻസർ ചെയ്യേണ്ടത്? ദാസും ഒരു എഴുത്തുകാരനല്ലേ എന്ന് പത്മരാജൻ ചോദിച്ചു. പത്മരാജൻ ഒരു സിനിമ എങ്ങനെ സംവിധാനം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ പത്മരാജൻ കേൾക്കുമോ എന്നായി ശ്രീകൃഷ്ണദാസ്. ഇല്ല, ഒരിക്കലും ഞാൻ കേൾക്കില്ല. അപ്പോൾ പിന്നെ ഒരു ചിത്രം എങ്ങനെ സെൻസർ ചെയ്യണമെന്ന് പത്മരാജൻ പറഞ്ഞാൽ ഞാൻ കേൾക്കണോ എന്ന് തിരിച്ചു ചോദിച്ചു. പത്മരാജൻ കുറച്ചു നേരം ശ്രീകൃഷ്ണദാസിന് തന്നെ നോക്കിയിരുന്നു. മുഖത്തെ അല്ലെങ്കിൽ പരിഭവഭാവം മാഞ്ഞു. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ ദാസ് എന്തെങ്കിലും ചെയ്യ്, സർട്ടിഫിക്കറ്റ് വേഗം കിട്ടിയാൽ മതി എന്നായി. ദേവരാജൻ മാസ്റ്റർക്ക് ശ്രീകൃഷ്ണദാസിനെ വലിയ കാര്യമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട കുട്ടൻ്റെ വകയിലൊരു അനുജനാണല്ലോ എന്നതായിരിക്കണം ദേവരാജ മാഷിന് ശ്രീകൃഷ്ണദാസിനോടുള്ള സ്നേഹം. തിരുവനന്തപുരത്ത് നിന്നും വീണ്ടും മദ്രാശിയിൽ ചുമതലയേറ്റ ശ്രീകൃഷ്ണദാസ് ദേവരാജൻ മാസ്റ്ററെ വിളിച്ചു. ക്ഷിപ്ര കോപിയാണല്ലോ, പഴയ പരിചയം വെച്ചാണ് വിളിച്ചത്. ദേവരാജൻ മാസ്റ്റർ അല്ലേ എന്ന് ചോദിച്ചു. ഒരക്ഷരം അവിടുന്ന് ഇങ്ങോട്ട് മറുപടിയില്ല. ദേവരാജൻ മാസ്റ്ററെ വിളിച്ചിട്ട് ദേവരാജൻ മാസ്റ്റർ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല. ഞാൻ മാസ്റ്ററുടെ ഒരു ആരാധകനാണ്. പ്രതികരണമില്ല. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുണ്ടനക്കി. എവിടെ വച്ച്? ഹൗ സമാധാനമായി എന്നായി ശ്രീകൃഷ്ണദാസ്. വയലാർ രാമവർമ്മയുടെ അനുജനാണ്. സിനിമാ സംവിധാനം പഠിക്കാൻ അങ്ങോട്ട് വന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ മാഷിൻ്റെ മറുപടി വന്നു. ഓ, കൃഷ്ണദാസ് അല്ലേ? അതെ. എന്നിട്ട് സംവിധാനം പഠിച്ചോ? ഇല്ല, ഞാനിപ്പോൾ മദ്രാസ് ഫിലിം സെൻസർ ബോർഡ് ഓഫീസറായി ചാർജ് എടുത്തു. സെൻസറിങ് ഓഫീസറായിട്ട് ചാർജ് എടുത്തു. അപ്പോൾ വന്നു മാഷിൻ്റെ മറുപടി. ഒരു വലിയ പൊട്ടിച്ചിരിയായിരുന്നു.
അപ്പോൾ പടം ഉണ്ടാക്കാൻ പഠിച്ചില്ലെങ്കിലും കത്രി കൊണ്ട് മുറിച്ച് നാശമാക്കാൻ പഠിച്ചു അല്ലേ? അവിടെ മാഷുമായുള്ള മധുരോദാരമായ സൗഹൃദം ആരംഭിക്കുകയായിരുന്നു എന്നാണ് ശ്രീകൃഷ്ണദാസ് പറയുന്നത്. പിന്നീട് ദേവരാജൻ മാഷും ശ്രീകൃഷ്ണദാസും തിരുവനന്തപുരത്തേക്ക് പറിച്ചു കേട്ടു. മാഷ് കൈമനത്ത് താമസിച്ചല്ലോ കുറേ കാലം. മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ 50 വർഷം ആഘോഷിക്കാൻ മാഷ് ഒരു സംഘാടക സമിതിയൊക്കെ സംഘടിപ്പിച്ചപ്പോൾ ആ കമ്മിറ്റിയിൽ ശ്രീകൃഷ്ണദാസിനെ കൂടി മാഷ് കമ്മിറ്റിയിലെടുത്തു. രോഗാതുരനായി മാസ്റ്റർ SUT ആശുപത്രിയിൽ കിടക്കുമ്പോൾ ശ്രീകൃഷ്ണദാസ് മാഷിനെ കാണാൻ ചെന്നു. വർത്തമാനത്തിനിടയിൽ മാഷ് പറഞ്ഞു, ദാസേ, ഷുഗർ വളരെ കൂടുതലാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒന്നും പഠിക്കാതെ ശ്രീകൃഷ്ണദാസ് പറഞ്ഞു, കൂടും, ഇനിയും കൂടും എന്ന് നിർദോഷമായി ശ്രീകൃഷ്ണദാസ് പറഞ്ഞു. അതൊരിക്കലും ഇങ്ങനൊരു മറുപടി ദേവരായ മാഷ് പ്രതീക്ഷിച്ചതല്ല. എനിക്ക് നല്ല ഷുഗർ കൂടി കേട്ടോ എന്ന്. കൂടും, ഇനിയും കൂടും എന്ന് ആരെങ്കിലും പറയുമോ മാഷിനോട്? ക്ഷിപ്രകോപിയായ മാഷ് കോപത്തോടെ തുറച്ചു നോക്കി ആരെ? ശ്രീകൃഷ്ണദാസിനെ. അപ്പോൾ ശ്രീകൃഷ്ണദാസ് രഹസ്യമായി മാഷിൻ്റെ ചെവിയിൽ ഇങ്ങനെ വിശദീകരിച്ചു, അതേ, മലയാളിയെ ഒരുപാട് മധുരമുള്ള ഗാനങ്ങൾ കൊടുത്തപ്പോൾ ഓർക്കണമായിരുന്നു, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. വേണ്ടി വന്നാൽ കൊല്ലത്ത് മാത്രമല്ല പറവൂരിലും കിട്ടും. ദൈവം പകരം വീട്ടിയതാ, സഹിച്ചോ എന്നായി ശ്രീകൃഷ്ണദാസ്. മാസ്റ്റർ ശ്രീകൃഷ്ണദാസിൻ്റെ കൈ പിടിച്ച് ഉറക്കെ ചിരിച്ചു. എന്നിട്ട് ആ ഫലിതം, കാതിൽ പറഞ്ഞ രഹസ്യം അവിടെ ഇരുന്നവരുടെയൊക്കെ പറഞ്ഞു. ഇയാൾ പറയുന്നത്, മലയാളിക്ക് ഒരുപാട് മധുരമുള്ള ഗാനങ്ങൾ കൊടുത്തപ്പോൾ ഓർക്കണമായിരുന്നു, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, വേണ്ടി വന്നാൽ പറവൂരിലും കിട്ടുമെന്ന്. ദൈവം പകരം വീട്ടിയതെന്നാണ് ദാസ് പറയുന്നത് എന്ന് മറ്റുള്ളവരോടും പറഞ്ഞു. ശ്രീകൃഷ്ണദാസിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു ചെറിയ ഏട് മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. രസകരമായ ഒരുപാട് സിനിമകളുടെ സെൻസർ കഥകൾ ഇനിയും പറയാനുണ്ട്. അത് മറ്റൊരു അവസരത്തിലാകാം എന്ന് പറഞ്ഞുകൊണ്ട്, ഈ മനുഷ്യൻ എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള ആളാണ്. വലിയ വയറുണ്ട്, കുടവണ്ടിയുണ്ട്. അത് ചെയ്തിട്ട് പാൻറ്റ് ചെയ്തിട്ട് ഈ കുടവണ്ടി മോളിൽ ഇരിക്കും, ബെൽറ്റ് അതിൻ്റെ അടിയിലാണ് കിടക്കണം. എന്നിട്ട് സാറിങ്ങനെ പറഞ്ഞോളണം, കട്ടി കണ്ണടയൊക്കെ വെച്ചിട്ട്, ഒരിക്കലും മര്യാദ കാണിക്കാത്ത തലമുടി, ഇങ്ങനെ എണ്ണ ചേർന്ന തലമുടി ഇങ്ങനെ പലയിടത്തും കിടന്ന് എല്ലാവരോടും വളരെ മാന്യമായി പെരുമാറുന്ന, സെൻസർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് വെച്ച് എനിക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കണം എന്ന് മനസ്സുള്ള വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു ശ്രീകൃഷ്ണദാസ് സാർ. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ താമസം ഉണ്ടാവും. ഞാൻ ഒരുപാട് കാലമായി കണ്ടിട്ട്. സാറ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത പടം ഊഴം സെൻസർ ചെയ്തത് സാറാണ് അതിൽ ചുവരിലിരിക്കുന്ന ഗാന്ധിജിയുടെ പടം ദേവൻ വലിച്ചു പൊട്ടിച്ച് മുറ്റത്തേക്ക് എറിയുമ്പോൾ, വലിച്ചു പൊട്ടിക്കുന്നത് എടുക്കാം, മുറ്റത്ത് ചിതറിക്കിടക്കുന്ന ചില്ലെല്ലാം ചിതറിക്കിടക്കുന്ന കിടക്കാം, പക്ഷേ വലിച്ച് എറിഞ്ഞ് തറയിലൊന്ന് ഗാന്ധിജിയുടെ ഫോട്ടോ വിടുന്നത് ഇടാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചു സാർ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതുപോലെ എന്തൊക്കെയോ സാർ പറഞ്ഞു, നമുക്ക് ഒരു കത്തി എടുത്ത് ഒരാളിൻ്റെ നെഞ്ചത്ത് കുത്താം, പക്ഷേ കത്തി വലിച്ചിരുമ്പോൾ അതിൽ ചോര പാടില്ല. സെൻസർ നിയമമാണ്. സാർ അതൊക്കെ കർശനമായി പാലിച്ചിരുന്നു. അപ്പോൾ ആദ്യമായി ഞാൻ വർക്ക് ചെയ്ത സിനിമയുടെ സെൻസർ ബോർഡ് ഓഫീസറായിരുന്ന ശ്രീകൃഷ്ണദാസിൻ്റെ ദാസ് സാറിൻ്റെ പുസ്തകം 2-3 ആവർത്തി വായിച്ചപ്പോൾ ഇതിൽ സാറ് പറയുന്ന കാര്യങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കണമെന്ന് തോന്നിയുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്കി സാറ് പറഞ്ഞിരിക്കുന്ന സിനിമകളുടെ സെൻസറിങ്ങിൻ്റെ പിന്നാമ്പുറ കഥകൾ ഇനി ഒരിക്കൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.